എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അവനൊരു വലിയ പാമ്പ് വിഴുങ്ങി ഇപ്പൊ നദിയിലൂടെ ഫുൾ സ്പീഡില് മുൻപോട്ട് പോവാണ്. കുറച്ച് മുൻപോട്ട് പോകുമ്പോ ഇപ്പൊ ആ പൊന്തം പാമ്പ് അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. നറൂട്ടോ കുട്ടപ്പൻ അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാമ്പിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവൻ നീന്താൻ തുടങ്ങും. അപ്പോഴായിരിക്കും കബൂട്ടോ ആദ്യം റിലീസ് ചെയ്ത ഒറോച്ചിമാറുവിന്റെ ഒരുപാട് പാമ്പുകള് അവറ്റകള് കുട്ടപ്പന്റെ നേർക്ക് അങ്ങനെ നീന്തി വരിക. അതിൽ ചിലതിനെ കുട്ടപ്പൻ അറിയാതെ അങ്ങനെ വിഴുങ്ങിപ്പോവാണ്. കുട്ടപ്പൻ പതിയെ ഇപ്പൊ കരയിലേക്ക് വലിഞ്ഞു കയറും. കുട്ടപ്പൻ ആ പാമ്പിനെ വിഴുങ്ങുന്നത് കാണുമ്പോ തന്നെ ഇപ്പൊ കബൂട്ടോയ്ക്ക് ഒരുപാട് സന്തോഷാവും. കബൂട്ടോ അവനുടനെ ആ റിയാനിമേഷൻ ജിപ്സു അത് സ്റ്റോപ്പ് ചെയ്ത് വേറെ രണ്ട് പാമ്പുകളെ കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ രണ്ട് പാമ്പുകള് അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സിനെ അറിഞ്ചും പൊറഞ്ചും കടിച്ചു തിന്നാണ്. അപ്പൊ ദേദുര അവിടേക്ക് വന്ന് ഇപ്പൊ കബൂട്ടോയായിട്ട് കടന്നു പോകും. യാമട്ടോ സെൻസായി നിലവിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് റീഎൻഫോഴ്സ്മെന്റിന് ഇവിടേക്ക് ആളെ കൊണ്ടുവരണം. കട്ട് ചെയ്ത ഇവിടെ ഡോക്കു സെൻസായി ആളിപ്പോ ക്യാഷ്വലായിട്ട് കുറെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അങ്ങനെ നടന്നു വരികയാണ്. അപ്പോഴാണെങ്കില് ലിയോയും ഫ്രണ്ട്സും അവര് കുറച്ച് ഫിഷ് ഒക്കെ പിടിച്ച് ഇപ്പൊ മാസ്റ്റർ അടുത്തേക്ക് ഓടിയെത്തും. അപ്പൊ നമ്മുടെ മീന അവൾ അടുത്തുണ്ടായിരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അതില് രണ്ട് സ്റ്റിക്സ് ഉപയോഗിച്ച് ഇപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങും. അത് കേൾക്കുമ്പോ ഇപ്പൊ മാസ്റ്ററിന് ഒരുപാട് അത്ഭുതമാവും. മാസ്റ്റർ ചോദിക്കും, ഇവളെങ്ങനെയാ ഈ മ്യൂസിക് പഠിച്ചേ? ആരാ ഇവൾക്കിത് പഠിപ്പിച്ചു കൊടുത്തേ? അതിന് ലിയോ പറയും, അവൾ എപ്പോഴും കേൾക്കുന്ന ഒരു മ്യൂസിക് ആണിത്. അവൾക്കിത് കേൾക്കാനും പ്ലേ ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ വീണ്ടും നമ്മുടെ ആൾക്കാരെ കാണിക്കും. യാമട്ടോ സെൻസായും സായും അവർ രണ്ടുപേരും ചേർന്ന് ഗ്രാമത്തിലെ ഒഫീഷ്യൽസിന്റെ അടുത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സാക്കുറയും ടീമും അവര് മൂന്ന് പേരും ചേർന്ന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോ സാക്കുറയുടെ കൂടെയുള്ള ആ ഒരു ചുന്ദരി പെണ്ണ് അവള് പറയും, എനിക്കൊരാളെ പരിചയമുണ്ട്. ടോണിക്ക വില്ലേജിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാള്. ആളെന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. സോ ആളെ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കും. ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എന്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് ആള്. ആളെ കാണാൻ കുറച്ചൊരുണ്ടപ്പനാണ്. ഇപ്പൊ 5 കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു വില്ലേജില് സമാധാനമായിട്ട് ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കാഷ്വലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മുൻപോട്ട് നടക്കും. അപ്പൊ അതേസമയം കുട്ടപ്പൻ അവൻ ഒരുപാട് ടയേർഡായി ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. അല്പസമയം കഴിയുമ്പോഴേക്കും അവനിപ്പോ ടയേർഡായി താഴെ വീഴും. സാക്കുറ ഓടി വന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് കുട്ടപ്പൻ പറയും, അന്നാ ഫൈറ്റ് അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്കിങ്ങനെയാണ്. എന്റെ ശരീരത്തിന് എന്തോ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ 2 പെമ്പിള്ളേരും ചേർന്ന് നറൂട്ടോയെ ഡോക്കുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഡോക്കു ആണെങ്കില് ഇപ്പൊ കുട്ടപ്പനെ കാണുമ്പോ തന്നെ ഷോക്കാവും. കുട്ടപ്പന്റെ തലയിലെ ആ ഹെഡ് ബാൻഡ് അതാ ലീഫ് വില്ലേജിന്റെ ബാൻഡ് ആണെന്ന് പറഞ്ഞ് ഡോക്കു ആ കുട്ടികളെയും കൂട്ടി അവിടുന്ന് ഉഷാറായിട്ട് ഓടും. അവരങ്ങനെ ചാടി ഓടി ഇപ്പൊ ഒരു പാലത്തിന്റെ തൊട്ടു മുൻപിലെത്തും. ഉടനെ ലിയോ അവൻ ആ പാലം ക്രോസ് ചെയ്യും. പക്ഷെ ആ പാലത്തിന് മുകളില് ഡേഞ്ചർ എന്നൊരു സിമ്പൽ ഉണ്ടാവും. സെൻസായി നിലവിളിച്ചു പറയും, എല്ലാവരും ഓടി രക്ഷപ്പെട്. നമ്മുടെ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്ത അതേ വില്ലേജിലുള്ള ആൾക്കാരാണവര്. അത്രയും പറഞ്ഞ് സെൻസായി ആളിപ്പോ ഹീനയും തൂക്കിയെടുത്ത് ആ ബ്രിഡ്ജിലൂടെ മുൻപോട്ട് ഓടും. പക്ഷെ എന്താ കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ആ ബ്രിഡ്ജ് അത് തകർന്ന് ഇപ്പൊ സെൻസായും ഹീനയും അവർ രണ്ടുപേരും ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. അത് കണ്ട കുട്ടപ്പൻ അവൻ ഷാഡോ ക്ലോൺ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കറക്റ്റ് ആയിട്ട് സെൻസായി ക്യാച്ച് ചെയ്യും. എന്നിട്ട് അങ്ങനെ തൂക്കിയെടുത്ത് സേഫ് ആയിട്ട് ഇപ്പൊ തിരികെ കൊണ്ടുവരും. അപ്പോഴായിരിക്കും ഡോക്കു സെൻസായി ഇപ്പൊ സിസൂരെ കാണുക. ഡോക്കു സെൻസായി ആൾ ഒരുപാട് വിഷമത്തില് ഇപ്പൊ കുട്ടപ്പനോട് സോറി പറയും. ഐ എം റിയലി സോറി. നിങ്ങളുടെ ഹെഡ് ബാൻഡ് കണ്ടപ്പോ നിങ്ങൾ വീണ്ടും ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെന്ന് ഞങ്ങൾ കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രകാരം പേടിച്ചോടിയത്. ഉടനെ അവരെല്ലാവരും ഇപ്പൊ പരസ്പരം പരിചയപ്പെടും. കുട്ടപ്പനാണെങ്കില് നമ്മുടെ ഹീനപ്പെണ്ണിന് ഇപ്പൊ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടും. അപ്പൊ പെട്ടെന്ന് ഒരു പാമ്പ് അവളെ കടിക്കാൻ വരുന്നതായിട്ട് ഒരു ഇല്യൂഷൻ അവൾക്ക് തോന്നും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ യാമട്ടോ സെൻസായും സായയും കാണിക്കും. അപ്പോഴായിരിക്കും ആ ഗ്രാമത്തിലെ നേതാവ് ഇപ്പൊ ഒരു സ്റ്റോറി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുക. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആ ഒരു ഹാള് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ റിസർച്ച് അതിന്റെ റിസൾട്ടാണ് ഈ ഒരു ബുക്ക്. എല്ലാവരും 100% ആ ഒരു ഹാളിനെ വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആമനകോക്ക് എന്നു പേരുള്ള ഒരാള് അദ്ദേഹമാണ് ആക്ച്വലി ഈ ലേക്ക് അത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഒരു ഈവിൾ പവർ നെഗറ്റീവ് എനർജി അതുപയോഗിച്ചാണ് അയാൾ ഈ ഹോള്
അത് ക്രിയേറ്റ് ചെയ്തത്. അതിൽ നിന്നുണ്ടായ ഒരു ഈവിൾ സ്പിരിറ്റ് അത് ഈ ലോകത്തെ പോലും നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴാണ് ഫ്ലെയിമിൽ നിന്ന് ഒരാൾ അവിടേക്ക് എത്തിയത്. അവനും ഈവിളുമായിട്ട് കണ്ടിന്യൂസ് ആയി 7 മണിക്കൂറോളം പൊരിഞ്ഞ ഫൈറ്റ് നടന്നു. അവസാനം ആ ഒരു ഈവിൾ സ്പിരിറ്റിനെ അവൻ തകർത്ത് കളഞ്ഞു. പിന്നീട് ആരും ആ പവർ സ്വന്തമാക്കാതിരിക്കാൻ അത് 7ആയി പിരിച്ച് ഓരോരോ വ്യത്യസ്ത ഭാഗങ്ങളില് വളരെ സൂക്ഷ്മതയോടുകൂടെ അത് സ്ഥാപിച്ചു. അതെല്ലാം സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സേസൂരി അവിടെയാണ്. ഒരു പക്ഷേ അത് മോഷ്ടിക്കാനായിരിക്കാം ദേദുരയും കബൂട്ടോയും അവരിവിടേക്ക് എത്തിയിരിക്കുക. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനെ കാണിക്കും. അവനാണെങ്കില് കാര്യമായിട്ട് അങ്ങനെ കിടന്നുറങ്ങാണ്. അപ്പൊ അവന്റെ ഇല്യൂഷനില് ഒറോച്ചിമാറുവിന്റെ ആ ഒരു ചെറിയ സ്നേക്ക് അതിപ്പോ കുട്ടപ്പന്റെ 9 ഗേറ്റ് വഴി അകത്തേക്ക് പോകുന്നതായിട്ട് അവൻ കാണും. അപ്പോഴായിരിക്കും സാക്കുറ ഇപ്പൊ കുട്ടപ്പനെ തട്ടി വിളിക്കുക. കുട്ടപ്പൻ ഞെട്ടി ഇപ്പൊ അവൻ കണ്ണു തുറക്കും. സാക്കുറ ചോദിക്കും, എല്ലാവരും കുളിക്കാൻ പോവാണ്, നീ കുളിക്കുന്നില്ലേ? അത് കേട്ട് കുട്ടപ്പൻ അവനും സോപ്പും ടവലൊക്കെ എടുത്ത് ഇപ്പൊ പൂളിലേക്ക് പോവും. പൂളിൽ കിടന്ന് കുട്ടപ്പന്റെ പ്രകടനം കണ്ട് ആ കുട്ടികളും സെൻസായും അവരെല്ലാവരും ഷോക്കായി ഇപ്പൊ കുട്ടപ്പനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സെൻസായി പറയും, നിന്നെ കണ്ട ഇത്രയും പവറുള്ള ഒരാളാണെന്ന് പറയില്ല. നിന്റെ ഈ പ്രായത്തില് എന്നെ കൊണ്ട് ഒരു പട്ടിക്കുട്ടിയെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും നിന്റെ പവർ അത് ഭയങ്കരാണെന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ചുന്ദരി പെണ്ണും സാക്കുറയും അവർ രണ്ടുപേരും മറ്റൊരു പൂളില് അങ്ങനെ ഹായായിട്ട് കുളിക്കുകയാണ്. അപ്പോഴായിരിക്കും ചുന്ദരി പെണ്ണിന്റെ പുറകില് വലിയൊരു അപകടം പറ്റിയ അടയാളം കാണാം. സാക്കുറ അതുകൊണ്ട് ഷോക്കായി, എന്തു പറ്റി, എന്താ നിന്റെ പുറകില്? വലിയൊരു മുറിവിന്റെ അടയാളം. അതിനവള് പറയും, ഞാൻ വലിയൊരു പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഓൾമോസ്റ്റ് 50 അടിയോളം താഴേക്ക് താഴ്ചയുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഒരു മരത്തിന്റെ മുകളിൽ വീണതുകൊണ്ട് എനിക്കെന്റെ ജീവൻ അത് നഷ്ടായില്ലെന്ന് പറഞ്ഞ് അവളിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കില് നമ്മുടെ ചുന്ദരി അവളിപ്പോ അവളുടെ ബ്രദർ സെൻസായുമായിട്ട് ഒരുമിച്ച് കളിച്ച് രസിച്ച് ഇപ്പൊ മുൻപോട്ട് പോകും. അപ്പോഴായിരിക്കും അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരു പാറ ഇടിഞ്ഞ് അവൾ താഴേക്ക് വീഴുക. സെൻസായി ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കും. സെൻസായി ഒരുപാട് കഷ്ടപ്പെട്ട് അവളെ പിടിച്ചുയർത്താൻ ശ്രമിക്കുമെങ്കിലും കൈവിട്ട് അവൾ താഴേക്ക് വീഴും. പക്ഷെ ഭാഗ്യത്തിന് ഒരു മരത്തിലിടിച്ച് അവളുടെ ജീവന് യാതൊന്നും സംഭവിക്കില്ല. കട്ട് ചെയ്താ ഇവിടെ സെൻസായും അതേ കഥ പറഞ്ഞ് ഒരുപാട് വിഷമിക്കുകയാണ്. സെൻസായി പറയും, അന്ന് എനിക്ക് എന്റെ സിസ്റ്ററിനെ രക്ഷിക്കാനായില്ല. അതിനുശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിനിങ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സായിയും യാമട്ടോ സെൻസായും അവർ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തും. അപ്പോഴായിരിക്കും സെൻസായി പറയാ, ലാസ്റ്റ് ഫൈറ്റില് നിങ്ങളുടെ ഹെഡ് ബാൻഡ് അതിട്ട ഒരു സെൻസായി ആണ് എന്നെ വെട്ടി വീശിയത്. അതിന് യാമട്ടോ സെൻസായി പറയും, ആക്ച്വലി അത് ഒരു റിയാനിമേഷൻ ജിപ്സു ആണ്. മരിച്ച ആളെ ജീവനോടുകൂടെ തിരികെ കൊണ്ടുവന്ന് ആ കൊണ്ടുവരുന്ന ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ബോഡി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകത. ആ ഒരു ജിപ്സു അത് കണ്ടുപിടിച്ചത് സെക്കൻഡ് ഹൊക്കാഗെയാണ്. പക്ഷേ അത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്തത് ഒറോച്ചിമാറു ആണ്. ഇപ്പൊ അത് കബൂട്ടോയും പഠിച്ചെടുത്തു. യാമട്ടോ സെൻസായി ചോദിക്കും, ആ സൈസുരി സീലിംഗ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അപ്പൊ സെൻസായി പറയും, അവസാന സമയത്ത് മെയിനയുടെ ഗ്രാൻഡ് പാ സൈസുരി സീലിംഗിന്റെ 2 പാർട്ട് ഈ സെൻസായുടെ കയ്യിലാണ് കൊടുത്തത്. പക്ഷെ സെൻസായി ആള് യാമട്ടോയോട് പറയും, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഉടനെ യാമട്ടോ സെൻസായി ആള് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് മുഴുവൻ ഹൊക്കാഗെ ആന്റിക്ക് അയച്ചു കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കബൂട്ടോയെയും ദേദുരയും കാണിക്കും. ദേദുരയാണെങ്കിൽ സംസാരിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതിയാണ് കബൂട്ടോയ്ക്ക് കൊടുക്കുക. അപ്പോഴായിരിക്കും കബൂട്ടോ പറയാ, എന്റെ റിയാനിമേഷൻ ജിപ്സു അത് ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവനൊരു സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ദേദുരയുടെ തലയിൽ അങ്ങനെ കുത്തി അങ്ങോട്ട് കയറ്റും. കബൂട്ടോ പറയും, നിന്റെ അടുത്ത മിഷൻ അത് മറ്റാരുമല്ല, സാക്ഷാൽ നറൂട്ടോ കുട്ടപ്പനാണ്. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ അവനിപ്പോ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ എന്തൊക്കെയോ ഇമാജിനേഷൻസ് അവന്റെ മനസ്സിലേക്ക് വന്ന് വേർത്ത് കുളിച്ച് അങ്ങനെ കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.